ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പ്രതിവർഷം ശബരിമലയിലെത്തി തങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു ഭാഗം ഭഗവാന്റെ മുന്നിൽ, അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ കാണിക്ക വെച്ച് ഭക്തി പുരസരം തിരിച്ചു പോകുമ്പോൾ അയ്യപ്പ സ്വാമിയോടുള്ള എല്ലാവിധ ഭക്തിയാദരവോടുകൂടി കാണിക്ക വെച്ച സ്വർണം, കാണിക്ക വെച്ച മറ്റ് നിവേദ്യങ്ങൾ, അതൊക്കെ ചേർത്തിട്ടുള്ള സ്വർണ്ണ ശേഖരം കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? പിണറായി വിജയന് അതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മാറി നിൽക്കാൻ പറയാൻ സാധിക്കുമോ? പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തണലിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. CPM-ന്റെ MLA ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, CPM-ന്റെ നേതാക്കളായി അവരുടെ അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാം നയിച്ച ദേവസ്വം ബോർഡുകളുടെ കാലത്താണ് ഈ തീവണ്ടിക്കുള്ള നടന്നത്. ആലോചിച്ച് നോക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിന്റെ കീഴിൽ പോലീസ് അന്വേഷണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിലൊക്കെ ഭംഗിയായി പോയി. പിന്നീട് സംഭവിച്ചു. കൂടുതൽ അന്വേഷണം നടന്നാൽ CPM-ന്റെ ഉന്നത നേതാക്കൾ, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് വേണ്ട സമയത്ത് കുറ്റപത്രം നൽകാതെ എല്ലാവരും ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ശരിക്ക് പറഞ്ഞാൽ ഇത്രയേറെ സ്വർണം, കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണ്ണ ശേഖരം കൊള്ളയടിച്ച ഈ സംഭവം, അത് സംബന്ധിച്ച അന്വേഷണം വൃഥാവിലായി പോകുന്ന ഒരവസ്ഥ, ലോകത്തിന്റെ മുന്നിൽ കേരളം അപമാനപൂരിതമാകുന്ന അവസ്ഥ, തലകുനിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഈ അവസ്ഥ സൃഷ്ടിച്ചത് CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റല്ലേ? സാമാന്യ ജീവിതത്തിന്, സാമാന്യ നിയമത്തിന് ഒരു വിലയുമില്ലാതെ ആർക്കും എന്തും ചെയ്യാം. ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കാം, ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാം. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയല്ലേ? അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയ കൊലപാതകം ഇത്രമാത്രം വ്യാപകമായ ഒരു കാലം ഉണ്ടായിട്ടുള്ളൂ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.